ഹലോ. നമ്മളെന്നേ എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടേക്ക് പോകുമ്പോൾ അവിടെ വല്യമ്മയുടെ മോളുടെ കുട്ടിയുണ്ട്. ആൾക്ക് വേണ്ടിയിട്ടാട്ടോ കുറച്ച് ചോക്ലേറ്റുകൾ മേടിക്കുന്നത്. നമ്മൾ ഈ ഓണം വിഷു സമയത്തുള്ള ലീവിന് അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് വരവൊക്കെ നടക്കുന്നത് കേട്ടോ. ഇതാണ് വല്യമ്മയുടെ വീടിന്റെ ഒരു ഭാഗം. പുഴയിൽ വെള്ളം കയറുന്ന സമയത്ത് ഒരു വീടൊക്കെ മുങ്ങോട്ടോ. ഇത് വല്യമ്മയുടെ താറാവാണ്. പിന്നെ അതുപോലെ തന്നെ പോത്തുണ്ട്, പശുവുണ്ട്, ആടില്ല കേട്ടോ. പിന്നെ നായുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാതും ഉണ്ട്. ഇത് വല്യമ്മയുടെ മോളുടെ കുട്ടിയാട്ടോ. ഇതാണ് വല്യമ്മയുടെ മോൻ, എൻ്റെ ഒരു ബ്രദറാണ്. പിന്നെ എന്താണ് വല്യമ്മയുടെ രണ്ടാമത്തെ മോള്, ആള് ഗുജറാത്തിലാട്ടോ. ഈ ഓണത്തിന്റെ ലീവിന് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് എൻ്റെ വല്യമ്മ, അമ്മയുടെ ചേച്ചി. അമ്മയ്ക്ക് ആ കൂടിയിട്ട് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ഇവർ രണ്ട് പെൺമക്കളാണ് കേട്ടോ. ഇതാണ് വല്യമ്മ. വല്യമ്മ ദേ അച്ചാറുകളൊക്കെ പാത്രത്തിലേക്ക് പകർത്തിട്ട് പലതരം മാവുകളുണ്ട്. അപ്പൊ അവിടുത്തെ അച്ചാറുകളാണ് ആ മാങ്ങയുടെയൊക്കെ. പിന്നെ ദേ എല്ലാരും കൂട്ടി ഫുഡ് കഴിക്കാനിരുന്നു. റൈസ് ആയിരുന്നു കേട്ടാ. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് മോളുടെ കുട്ടി വരുന്നത്, വല്യമ്മയുടെ. പിന്നെ ഇതേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട ശേഷം വെയിലൊക്കെ ആറിയ ശേഷം ഞങ്ങൾ ഇതേ പാടത്തേക്ക് ഇറങ്ങിട്ടോ. ഒരു സൈഡ് പാടും, അതിന്റെ അപ്പുറം പുഴയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വെള്ളം മുങ്ങും. 3 പ്രാവശ്യം വല്യമ്മയുടെ വീട്ടിലെ വെള്ളം മുങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് പാടത്തിന്റെ വ്യൂ വരുന്നത്. ഇതേ കൃഷിക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പാടൊക്കെ. ഇതേ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ കേട്ടോ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങണത്. പുഴയുടെ സൈഡിലെ മുളം കൂട്ടങ്ങളാണ് കേട്ടോ. ഈറ്റമുളയുണ്ട്, പിന്നെ ഇതേ സാധാ മുളയുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് എല്ലാവരും കൂടി വരിവരിയായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തോണിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനാണ് പോണത്. തോണിയിലൊരു സവാരിയാണ് പുഴയിൽ കൂടെ. ഇവരൊരു കർഷക കുടുംബാണ്. കൃഷിയുണ്ട്, നെല്ലുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ തോണി. കുഞ്ഞു തോണിയാണ്. ഒരു 4 പേർക്കാണ് ഒരേ സമയം ഇരിക്കാൻ പറ്റുള്ളൂ. വല്യമ്മയുടെ മോനുണ്ട് ഉണ്ണിക്കുട്ടൻ, അവന്റെ തോണിയാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം 4 പേർക്ക് പോവാം. ചെറിയ തോണിയായ കാരണം കൊണ്ടാണ് കേട്ടോ 4 പേര് പോകുന്നത്. അവൻ തന്നെയാണ് തുഴഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പുറത്ത് കാണുന്ന തുരുത്ത് പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അവിടേക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ എല്ലാരും കൂട്ടി ഇറങ്ങുന്നത്. മനിയേട്ടൻ തോണിയിൽ ഇതുവരെ കയറിയിട്ടില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ആള് നിൽക്കുന്നത്. ചിന്നും മിന്നും സ്വാതിയും ഉണ്ണിക്കുട്ടനും കൂടിയിട്ടാട്ടോ ഇപ്പൊ തോണിയിലേക്ക് കയറുന്നത്. ഇനി അവൻ അവരേനെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം ഇനി ഞങ്ങളേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ചപ്പും ചവറുകൾ കാണുന്നില്ലേ, അത് ഈ വെള്ളം കയറിയിട്ട് വന്ന സമയത്തുള്ളതാട്ടോ. ഇതേ തോണി തിരിച്ചു വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ തോണിക്കാരൻ. ഇനി അവന്റെ കൂടെ വേണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. മുന്നൊക്കെ വല്യമ്മയുടെ വീട്ടിലേക്ക് തോണിയിൽ തന്നെ കേട്ടോ ഞങ്ങൾ വന്നിരുന്നത്. ഇപ്പൊ ദേ പാലൊക്കെ വന്ന കാരണം കൊണ്ട് തോണി പോക്കൊന്നുമില്ല. 2 സൈഡും വെള്ളം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളേനെ അവൻ അവിടെ കൊടുന്നാക്കിയിട്ടുണ്ട്. ഇതേ വീണ്ടും അവൻ അടുത്ത ആളേനെ എടുക്കാൻ പോയിട്ടുള്ളതാണ്. ഞങ്ങളിതേ മണലില് കളിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാരും. ഉണ്ണിയൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് മണലില്. ഇതൊരു പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്രാവശ്യം വെള്ളം ഇപ്പൊ കൂടുതലായിട്ടാട്ടോ നിൽക്കണത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കര ഒന്നും കൂടി തെളിഞ്ഞു കാണുന്നാണ് അവൻ പറയണത്. പിന്നെ ഇതേ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് പച്ചക്കറിയും കിട്ടും, അതുപോലെ തന്നെ ഫ്രഷ് മീനും കിട്ടും കേട്ടോ. അതാണ് ഇവിടെ വന്നാലുള്ള ഗുണം. പിന്നെ ഇതേ അവിടെ ഇവിടെ വല വിരിക്കുന്നുണ്ട്. വലിയ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടു തരാറുണ്ട് കേട്ടോ. അവിടെ ഒന്നും കിട്ടാത്ത കാരണം അത് അപ്പുറത്തേക്ക് മാറിയിട്ട് വല ഇടാണ് കേട്ടോ. നന്നായിട്ട് കാറ്റുള്ള കാരണം, ഓളം വെട്ടുന്ന കാരണം മീൻ കിട്ടുന്നില്ല എന്നാണ് പറയണത്. ഞങ്ങൾക്ക് ആ കൂടി കിട്ടിയത് 2 കുഞ്ഞു മീനിനെയാണ് കേട്ടോ. ആ മീനിനെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. ഇതേ ഈ കാണുന്ന 2 കുഞ്ഞു മീനാണ്. ഇതിനെ കിട്ടിയിട്ട് നമുക്ക് എന്താവാനാ, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ ഇതേ സന്ധ്യയപ്പോൾ ഞങ്ങൾ തിരിച്ചു വരികയാണ്. വെള്ളം കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളെ തിരിച്ചു കൊടുന്നാക്കിയിട്ടുണ്ട്. ഇത് അടുത്ത ആൾക്കാരെ എടുക്കാൻ പോവാണ് കേട്ടോ. വൈകിട്ട് ആദ്യമായിട്ട് തോണി കയറാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതേ തോണി തുഴഞ്ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് നന്നായിട്ട് എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.